ഹലോ ഗൈസ്, ഞാനിന്ന് വോളിബോൾ കളിക്കാൻ പോകണം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇന്നേ നമ്മുടെ ബുധയ്യയിലുണ്ടല്ലോ വോളിബോളിൻ്റെ കൂട്ടായ്മ തുടങ്ങിയിട്ടേ 3ാമത്തെ വർഷമാണ്, അതായത് 3rd ആനിവേഴ്സറി. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടോ. സമയമാകെ 4 മണിയായിട്ടുള്ളൂ. ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് നേരത്തെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ പോയി അറിയാം ആരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ പ്രോഗ്രാമിൻ്റെ മെയിൻ സംഘാടകരാണ് കേട്ടോ. അതായത് നമ്മളെ ബുധയ്യയിലെ വോളിബോളിന് തുടക്കം കുറിച്ച ആൾക്കാർ. ഒരു സൈഡിൽ പ്രോഗ്രാമിൻ്റെ ഇനാഗുറേഷനുമായിട്ടുള്ള പരിപാടികൾ സെറ്റാക്കുമ്പോൾ മറ്റേ സൈഡിൽ വോളണ്ടിയേഴ്സ് ഉണ്ടല്ലോ വോളിബോളിനുള്ള കോർട്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ബുധയ്യയിലെ മെയിൻ 4 ടീമുകൾ തമ്മിലുള്ള ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നുണ്ട്. നമ്മളിതിക്കൊന്നും ഇല്ലാതെ വെറുതെ ഉടായ്പായിട്ട് നടക്കാമെന്ന് വിചാരിക്കേണ്ട. ഞാൻ ഇതിലൊക്കെ ഹെൽപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരു സൈഡിൽ ടീമുകൾ പ്രാക്ടീസ് ചെയ്യുന്നു, മറ്റേ സൈഡിൽ ഇനാഗുറേഷന് വേണ്ട പരിപാടികൾ സെറ്റാക്കണം. 3 വർഷങ്ങൾക്ക് മുമ്പ് ബുധയ്യയിലെ ഈ ബീച്ച് സൈഡിൽ 3-4 ആൾക്കാർ തുടക്കം കുറിച്ചൊരു വോളിബോൾ കളിയുന്നു. അത് ഇന്ന് കാണുന്ന വിധത്തിൽ 70-80 ആളുകളുടെ ഒരു കൂട്ടായ്മ ആയി മാറണമെങ്കിൽ ഇതിന്റെ പുറകിൽ ഒട്ടേറെ ആളുകളുടെ പ്രയത്നവും വോളിബോൾ എന്ന കളിയോടുള്ള താല്പര്യം കൊണ്ടാവാല്ലേ. പുലർച്ചെ 2 മണിവരെ നൈറ്റ് ഷിഫ്റ്റും ചെയ്തിട്ട് രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് കളിക്കാൻ വരുന്നവരെ ഇക്കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട്ലി മാച്ചൊക്കെ കഴിഞ്ഞു. ഇതുകൊണ്ടൊന്നും പരിപാടികൾ തീർന്നില്ല കേട്ടോ. എല്ലാവർക്കുള്ള സമയപരിധി കൊണ്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ വെട്ടിക്കുറച്ചെണ്ണു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ മെയിൻ ഐറ്റം ഷൂട്ട് ഔട്ട്. നമ്മളെ മലപ്പുറംകാർക്ക് ഫുട്ബോളിനോടുള്ള പ്രണയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഏകദേശം എല്ലാവർക്കും ഒരു 8 മണി 9 മണിയാകുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടേ. നമ്മളെ പ്രോഗ്രാമിന്റെ സമയത്തിന് ഭയങ്കര പരിധി ഉണ്ടായിരുന്നു. ഷൂട്ട് ഔട്ട് കഴിഞ്ഞിട്ടേ പ്ലാങ്കും അതേപോലെ തന്നെ പുഷപ്പ് ഉണ്ടായിരുന്നു. പുഷപ്പിന്റെ വീഡിയോ ഞാൻ ഇതിൽ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഈ മത്സരത്തിലൊക്കെ ജയിച്ച ആൾക്കാർക്ക് നല്ല അടിപൊളി ഗിഫ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഈ ചിലയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാനാണ് ഇതിന്റെ മെയിൻ കോർഡിനേറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നൂലേ. ഇതിന്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിൽ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഈ നാട് വിട്ടു പോകുന്നതിന്റെ വിഷമം എനിക്ക് വല്ലാതെ അറിയാത്തത് ഇങ്ങനത്തെ ചില ആക്ടിവിറ്റീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ നാടും എൻ്റെ കൂട്ടുകാരും അതൊരു വേറെ ലോകം തന്നെയായിരുന്നു. പിന്നെ നമ്മളെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. പൊറാട്ട, നൂൽപുട്ട്, ഇടിയപ്പം, പിന്നെ നല്ല അഡാറൊരു ബീഫ് കറി. നമ്മൾ പിന്നെ ഒരു ഫുഡ് ലവർ ആയതുകൊണ്ടും ഫുഡ് അൺലിമിറ്റഡ് ആയതുകൊണ്ടും നല്ല അടിപൊളിയായിട്ട് ഫുഡ് അടിച്ചു. എടുത്തു പറയേണ്ട ഫുഡിന്റെ ടേസ്റ്റ് തന്നെയാണ്. ഇടിയപ്പം അതേപോലെ തന്നെ ബീഫും ഒരു അഡാറ് കോംബോ ആയിരുന്നു. പിന്നെ എല്ലാവരും ചേർന്നിട്ട് ആ ഫുഡ് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. പരസ്പരം പരിചയം പോലില്ലാത്ത കേരളത്തിൽ തന്നെ പല കോണിലുള്ള ആൾക്കാർ ഈ വോളിബോൾ എന്ന ഗെയിമിലൂടെ സഹോദരങ്ങളായി മാറിയ ഒരു ചെറിയ കൂട്ടായ്മ. പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊരു നിസ്സാര സംഭവമായിരിക്കും. പക്ഷെ നമുക്കിത് ലൈഫിൽ ഓർത്തിരിക്കാൻ പറ്റിയ ചില നല്ല നിമിഷങ്ങളാണ്. എല്ലാതും കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് നമ്മളെ പരിപാടി അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ അടിപൊളി വിശേഷമായിട്ട് വീണ്ടും കാണാം.